പൃഥ്വിരാജിൻ്റെ സിനിമ ഇന്ന് റിലീസായി. അത് കണ്ടു. അതിൻ്റെ എക്സ്പീരിയൻസാണ് നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ അശോകൻ, അതുപോലെ തന്നെ പാർവതി തിരോത്ത്, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഇവർ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കള്ളന്മാരും പോലീസും തമ്മിലുള്ള ഒരു കളി. ഒരു നിരപരാധിയെ പിടിച്ച് കള്ളനാക്കാം, ഒരു സാധാരണക്കാരനെ പിടിച്ച് ഗുണ്ടയാക്കാം. ഇതൊക്കെ നമ്മുടെ പുതിയ കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ പുതിയ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പുരോഗമിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് എല്ലാവരും അറിയും. പിന്നെ അതങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കല്ലേ. അതാണ് ഈ സിനിമയുടെ കാതലായിട്ടുള്ള വിജയം. പിന്നെ ഒരു കഥയൊന്നും പറയില്ല. എന്നാൽ അതിൻ്റെ നിങ്ങൾക്ക് ആകാംക്ഷ വരാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ പോയി എന്നെ പടം കാണണം. നിങ്ങൾക്ക് ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് ഒരു സംഭവം പറയാം. ഒരു ബാങ്ക് കൊള്ളയിലാണ് സിനിമ തുടങ്ങുന്നത്. നല്ല തുടക്കമായിരുന്നു. നമ്മുടെ പൃഥ്വിരാജ് ഒരു തോക്ക് പിന്നിൽ വെച്ചുകൊണ്ട് ഒരു ബാങ്കിലേക്ക് കയറി ചെല്ലണം. അപ്പോൾ അവിടെ ഒരു ബാങ്ക് കവർച്ച നടക്കണം. ആ കവർച്ച നടന്ന കള്ളന്മാർ അവിടുത്തെ കാശും കട്ട് പൃഥ്വിരാജിനെ ബന്ദിയാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇതിൻ്റെ കഥയുടെ മെയിൻ പോയിന്റ്. ഇനി എന്തൊക്കെ നടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിയേറ്ററിൽ പോയാലേ അറിയുള്ളൂ. എന്തൊക്കെ നടക്കില്ല എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അത് വളരെ രസകരമായിട്ട്, വളരെ ഭംഗിയായിട്ട്, ആർക്കും ബോറടിക്കാത്ത രീതിയിൽ ഒരു 2-3 മണിക്കൂറുണ്ട് സിനിമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ 3 മണിക്കൂർ ലെങ്ത്ത് നമുക്ക് തോന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ അങ്ങനെ പറഞ്ഞാലാണ് നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ട്. അതും ഈ സിനിമയുടെ ഒരു പ്രത്യേക ഒരു കണ്ടൻ്റാണ്. അവിഹിതം കണ്ടുപിടിച്ച് അവിഹിതം ഉള്ള ആളായിട്ട്, ഒരു ബന്ധം ഉള്ള ആളായിട്ട് പൃഥ്വിരാജ് കൊല്ലാനായിട്ട് പോകുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. അത് ഇതിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഞാൻ പറയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ അമാനുഷിക ശക്തികളൊന്നും ഈ സിനിമയിലില്ല. അമാനുഷിക ശക്തികളില്ല. അന്ന് ഇഷ്ടംപോലെ ഫൈറ്റുണ്ട്. ആ ഫൈറ്റൊക്കെ വളരെ നാച്ചുറലായിട്ട് ഫൈറ്റാണ്. ഇന്ന് വരെ പൃഥ്വിരാജിന് ഒരു ഇടി പോലും നമ്മൾക്ക് കിട്ടുന്നത് വേറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ പൃഥ്വിരാജിന് നല്ല ഇടി കിട്ടുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു അമാനുഷിക ശക്തി ഇല്ലാത്തത് കൊണ്ട് വളരെ റിയലായിട്ടുള്ള ഫൈറ്റ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് അടിയുള്ളൂ. ആ അടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിയാണ്. അത് നമുക്ക് കാണാനായിട്ട് നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ്. പൃഥ്വിരാജിന് പല പ്രാവശ്യം അടി കിട്ടുമ്പോൾ ആ ഒരു വിഷമം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്, വിജയരാഘവൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ട്. വളരെ നല്ലൊരു ക്ലൈമാക്സ്. പോലീസും ഭരണകൂടം വിചാരിച്ചാൽ പട്ടിയെ പിടിച്ച് പൂച്ചയാക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പുതിയ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. നമ്മളെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പോലീസും അതുപോലെ തന്നെ കള്ളന്മാരും അതുപോലെ തന്നെ ഈ ഭരണകൂടങ്ങളും എല്ലാം, അതങ്ങനെയാണ് ഒരു സിനിമ. ആ സിനിമയാണ് ഈ നമ്മുടെ നോബഡി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് പടം ബോധിച്ചു. നിങ്ങൾ അധികം ചിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. അന്ന് അതിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ത്രെഡും കണ്ടൻറ്റും അതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കിന് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു ഫാമിലി ഡ്രാമയ്ക്ക് അവിടെ സ്പേസ് ഇല്ല. ഉള്ളൊരു സ്പേസ് ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വിരാജിൻ്റെ ഭാര്യയായ ആ ഭാര്യയ്ക്കൊരു അവിഹിതം, അത്രമാത്രമാണ് ഇതിലൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉള്ളൂ. കുറച്ച് പിന്നെ കുട്ടികളായിട്ടുള്ള ചെറിയൊരു സംഭവങ്ങളും. എന്നിരുന്നാലും നമുക്ക് ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ആക്ഷൻ മൂവിയാണ്. പൃഥ്വിരാജ് ബലം പിടിക്കാതെ, ശക്തി പിടിക്കാതെ, മസിൽ പിടിക്കാതെ അഭിനയിച്ച ഒരു ക്ലീൻ പിക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. നന്ദി.